താങ്കൾ അതിർത്തി കടന്ന് ബാംഗ്ലൂരുവിലേക്ക് വരുന്നത്? ഒരു ചെക്കിങ്ങോ ഒന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു നമ്മളുടെ ട്രാവൽ ടു ബാംഗ്ലൂർ. MR അജിത് കുമാർ എന്നല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വെരി സൂൺ കേരളത്തിൻ്റെ ആ മാപ്പ് ഉണ്ടല്ലോ, അത് മിക്കവാറും ഇന്ത്യയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. നമസ്കാരം. സ്വപ്ന സുരേഷ്, ഏറെക്കാലമായി കേരളം ചർച്ച ചെയ്യുന്ന പേര്. നമസ്കാരം മേഡം. നമുക്ക് ഫസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാണ് ഈ നമ്പർ 1? എൻ്റെ ഒരു നോളജ് പ്രകാരം ഇറ്റ് ഈസ് എ കോഡ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. Though it is not formally said, but പല പ്രാവശ്യവും ഫ്രം ശിവശങ്കർ സർ ഓർ ഫ്രം ഷാജ് കിരൺ ഓർ ത്രൂ അജിത് കുമാർ, then ADGP of Vigilance, അവർ വഴിയൊക്കെ ഐ ഹാവ് ഹേർഡ് ഒന്നാം നമ്പർ. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഓക്കെ. ഇപ്പോൾ അന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ ശരിയായി വരികയാണ്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബിക്കോസ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ഈ ലോകത്ത് ജീവിക്കാൻ പോലും അധികാരമില്ലാത്ത രീതിയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും നശിപ്പിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളും A to Z വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓരോ വഴിക്ക് തെളിഞ്ഞു വരും. അതിന് ഞാൻ മാത്രമല്ല, മറ്റുള്ളവർ ഇടപെട്ട് സത്യം തെളിഞ്ഞു വരുമ്പം ഐ എം സെയിങ് കർമ്മ ഇസ് ട്രൂ. കർമ്മ ഉണ്ട്. കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ദുഃഖം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോൾ പോലും എനിക്ക് എൻ്റെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാനോ ഒരു നല്ലൊരു പൊസിഷനിലിരിക്കാനോ ഒരു ജോലി ചെയ്യാനോ all that rights have been snatched away from me. It's taken away from me for life. So I am sad, but yes, to the people of Kerala, I have a commitment as a common woman. And to all the women out there, I have a commitment to show or to prove that what is right, what is truth. Because ഒരുപാട് പേര് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ടോർച്ചർ ചെയ്യുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒരു ഭയങ്കരമായൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്തു അക്രോസ് ദി വേൾഡ്. അത് പക്ഷേ പിന്നീട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം പിന്നീട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ജനങ്ങൾ അറിഞ്ഞു വരുന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഇനി അറിയില്ല. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ഗോഡ്. ഓക്കെ. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സമയത്താണ് താങ്കൾ അതിർത്തി കടന്ന് ബാംഗ്ലൂരുവിലേക്ക് വരുന്നത്. അന്ന് തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമൂഹ മാധ്യമത്തിലൂടെ പോലും തുറന്നു പറയാൻ കഴിയാത്തത്ര ഭയമായിരുന്നു ജനങ്ങൾക്ക് പോലും. എങ്ങനെയാണ് ജനങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്, എങ്ങനെയാണ് ആരുടെ സഹായത്താലാണ് അതിർത്തി കടന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത്? ഇറ്റ്സ് വെരി ടോർച്ചറിങ് ടു റീകോൾ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഐ ടെൽ യു, ജൂലൈ 5 ഇത് മീഡിയ ബ്രേക്ക് ചെയ്യുന്നത്. ജൂൺ 30 മുതൽ ചാർജ് ദ അഫയേഴ്സ് മിസ്റ്റർ റാഷിദ് ഖമീസ് അൽ ഷമേലി എന്ന് പറയുന്ന ചാർജ് ദ അഫയേഴ്സിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണിത്. പുള്ളിക്കാരൻ, അന്നത്തെ PRO സരിത്ത്, എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ ബാഗേജ് തിരിച്ചു വിടാൻ വേണ്ടി ശിവശങ്കർ സാർ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഫൈനലി നത്തിങ് ഹാപ്പൻ, നത്തിങ് വർക്ക്ഡ്. അങ്ങനെ ജൂലൈ 5 ഈ ബാഗേജ് ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ വന്നപ്പോൾ ഡിപ്ലോമാറ്റും PRO ഒക്കെ കസ്റ്റംസിൽ പോകുന്നു. ഞാൻ അന്നേരം എൻ്റെ വീട്ടിലുണ്ട്. ശിവശങ്കർ സാറുമായിട്ട് ഹെദർ ഹൈറ്റ്സിലായിരുന്നു മീറ്റിംഗ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ആയിരുന്നു. എന്താണ് പറയേണ്ടത്, എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം, എല്ലാ ബ്രീഫിങ്ങും തന്നിട്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പോവുകയും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം I got a call from media and all those things, and then I got a bit panicky. What is actually happening? Because നമ്മളൊരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികളും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ. ബിക്കോസ് ഇത് ജൂൺ 30 മുതൽ നടക്കുന്ന സംഭവമാണ്. ഒരു സുപ്രഭാതത്തിൽ ജൂലൈ 5 പൊട്ടി ഉണ്ടായതല്ല ഈ പ്രശ്നം. എവറിബഡി വാസ് വർക്കിംഗ് ടുഗെദർ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ഇഷ്യൂ.
അപ്പോൾ ജൂലൈ 5th ഞാൻ സരിത്തിൻ്റെ പേരൻസിൻ്റെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അമ്മ ദേ ആർ ഓൾഡ്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി, എൻ്റെ മക്കളും എക്സ് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അച്ഛനും അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ബിക്കോസ് കസ്റ്റംസിൽ എന്താണ് നടക്കുന്നതെന്ന് ഐ എം ഓൾസോ നോട്ട് അവെയർ, ബിക്കോസ് സരിത്ത് ഇസ് ഔട്ട് ഓഫ് കണക്ഷൻ. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കസ്റ്റംസിൽ പോയി, ബിക്കോസ് എല്ലാവരെയും മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട്, ഞാൻ കസ്റ്റംസിൽ പോയി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഐ കം ബാക്ക് ആൻഡ് ഐ എം ഷുവർ സരിത്ത് ഓൾസോ വിൽ കം ബാക്ക്. ഇതാണ് നമ്മളുടെ ചിന്ത, ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന അഷ്യൂറൻസ്, ശിവശങ്കർ സാറായാലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് തന്നിരിക്കുന്ന അഷ്യൂറൻസ് അതാണല്ലോ. നമ്മളൊരു ഓഫീസ് ബെയറർ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, വാട്ട് എവർ ഹാപ്പൻസ് വി ഹാവ് ടു ലിസൺ ടു ദം, ഒബേ ദം, ബിക്കോസ് ഇറ്റ്സ് അവർ ഡെയിലി ബ്രെഡ്. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു, ആരെങ്കിലും ഉണ്ടോ നമ്മളെ സഹായിക്കാൻ? ഇല്ല. അപ്പോൾ അന്ന് നമ്മൾ അവർക്കെതിരെ ഒരു സിസ്റ്റമിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കസ്റ്റംസിലോട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശിവശങ്കർ സർ കോൾസ് ആൻഡ് ടെൽസ് മീ where what is happening. I said I'm going to the customs because whatever I know, let me just say it out, because I don't want to get tortured unnecessarily. Appo he said no, I will be giving further directions to Sandeep, you just obey him and go accordingly and I'll get in touch with you later. ഇതാണ് സംഭവിച്ചത്. കസ്റ്റംസിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു പോയാനായിരുന്നു. പക്ഷെ അത് അനുവദിക്കാതെ എനിക്ക് അന്ന് ശിവശങ്കർ സാർ പറയണതിൻ്റെ അപ്പുറം എനിക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ബിക്കോസ് അത്രയും വിശ്വാസമായിരുന്നല്ലോ അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലയിൽ പോയി, അവിടെ ഒരു റിസോർട്ടിൽ തങ്ങേണ്ടി വന്നു കുറച്ച് മണിക്കൂറുകൾ. ആ സമയത്ത് സന്ദീപ് നിരന്തരമായി ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ടോട്ടലി ഐ ഡോണ്ട് നോ വേർ ഐ എം ഗോയിങ് ടു, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കൊണ്ടുപോകുന്നത് അറിയില്ല എന്ന് പറയുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ ഹസ്ബൻഡ്, അല്ലാതെ മക്കളും സന്ദീപ് മാത്രം. എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കോൾസ് വരുന്നുണ്ട്. സന്ദീപ് ജനറലായിട്ട് പറയുന്നുണ്ട്, ADGP ദെൻ മറ്റേ MR അജിത് കുമാർ ശിവശങ്കർ സാറിന് റൂട്ടുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ കൊച്ചിയിലെത്തി, കൊച്ചിയിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഒരു ഓഡിയോ ക്ലിപ്പ് ഇറക്കാൻ പറയുന്നു. ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? അപ്പോഴത്തേക്കും എൻ്റെ ഫോൺസും എൻ്റെ മക്കളുടെ ഫോണും എല്ലാം നമുക്ക് വേൾഡ് ആയിട്ടുള്ള കണക്ഷനെ കട്ട് ചെയ്തു കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സവും ഇല്ലാതെ, ഇപ്പം നമ്മൾ നൈറ്റിൽ ഒരു ഡ്രൈവിന് പോകുമ്പം ശൂന്യമായ റോഡാണല്ലോ, അതേ ഫീലിംഗ് ആയിരുന്നു. വിത്ത് നോ ഹാസിൽസ്, നോ ഹേർഡിൽസ്, ഒരു ചെക്കിങ്ങോ ഒന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു നമ്മളുടെ ട്രാവൽ ടു ബാംഗ്ലൂർ. ആൻഡ് ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് പാസ് എടുക്കേണ്ടി വന്നു, ബോർഡറിൽ നിന്നാണോ എനിക്ക് ഈ റോഡൊന്നും അറിയത്തില്ല. ഇവർക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ട്. ശിവശങ്കർ സാർ ഇസ് ആക്ച്വലി കോളിംഗ് ആൻഡ് സെയിങ് ഈ റോഡ് എടുക്കുക, ആ റോഡ് എടുക്കുക, ബിക്കോസ് സന്ദീപ് വാസ് ഡ്രൈവിംഗ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഈ പാസ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഈ പാസ്സിൽ 4 പാസഞ്ചേഴ്സിൻ്റെ പേരേ ഉള്ളൂ. എൻ്റെ 2 മക്കളുടെ ഒരാളുടെ പേരില്ല. എൻ്റെ 2 മക്കളുടെ പേര്, എൻ്റെ എക്സ് ഹസ്ബൻഡായ ജയശങ്കറിൻ്റെ പേര്, സന്ദീപിൻ്റെ പേര്, എൻ്റെ പേരില്ല. എന്തുകൊണ്ടാണ് താങ്കളെ ഒഴിവാക്കിയത് എന്നുള്ളൊരു ചോദ്യം ആ ഒരു സമയത്ത്, ആ ഒരു അവസ്ഥയിൽ ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക് ടു സന്ദീപ് ഓർ ആസ്ക് വാട്ട് ഇസ് ഹാപ്പനിങ്, ബിക്കോസ് മൈ ബ്രെയിൻ ഫ്രീസ്. I'm completely dead. I don't know what is actually happening, because ഞാനൊരു ഒഫൻസ് ചെയ്തെങ്കിൽ ഓക്കെ, എനിക്ക് കുറച്ച് ധൈര്യമുണ്ട്, I'll fight, ഞാൻ ചെയ്തതല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഓൾ ഓഫ് എ സഡൻ ഐ എം പുട്ട് ഇൻ ടു സംതിങ് ആൻഡ് ഐ ഡോണ്ട് നോ വേർ ആം ഐ ഗോയിങ് ടു. ആൻഡ് ദെൻ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും they said no, ഇവിടെ നിന്ന് your family is going back to Kerala. Sandeep will take me all the way to Bombay or Mumbai and from Mumbai to Nagaland. നാഗാലാൻഡിലേക്ക് പോകണം. ഈ മുമ്പ് എപ്പോഴെങ്കിലും ശിവശങ്കറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ നാഗാലാൻഡ് കണക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. എപ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് പറയാറുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യേണ്ടി വരും. കേരളം അല്ല, കേരളം വിട്ട് ഒന്ന് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യുക, അതല്ലെങ്കിൽ രാജ്യം തന്നെ വിടുക. ദുബായ് ആണ് അദ്ദേഹത്തിൻ്റെ ഹബ്ബ്, UAE. And that will also benefit me because I was born and bred from Dubai or Abu Dhabi for that matter. So that will help me in taking life forward. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു പ്ലാനിനെ കുറിച്ച് ശിവശങ്കർ സാർ എപ്പോഴും പറയുന്നു, ബി റെഡി, ഏത് സമയവും
we'll have to pack up because അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ശരി, രണ്ടാമത് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ കുടുംബത്തോട് തിരികെ മടങ്ങി പോരാൻ പറയുന്നു. പിന്നീട് എന്തുണ്ടായി? I did not allow. I started creating havocs there because എനിക്ക് ആരുമായിട്ട് കണക്ഷൻ ഇല്ല. ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല because he completely withdrew. എന്നിട്ടും ഐ എം നോട്ട് സസ്പെക്ടിങ് ദാറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഓക്കെ മേ ബി ബിക്കോസ് ഓഫ് എല്ലാവരും ട്രാക്ക് ചെയ്യപ്പെടുകയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. പക്ഷേ വാട്ട് ഐ ഡിഡ് ഇസ് ബാംഗ്ലൂർ എത്തി നാഗാലാൻഡിൻ്റെ ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം ഇറ്റ് കെയിം ആസ് എ ഷോക്ക് ബിക്കോസ് I know that my relationship with my ex-husband is not good. അതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ നോക്കണ്ടേ? ഐ ആം എ റെസ്പോൺസിബിൾ മദർ. ഐ കനോട്ട് ലീവ് എ 17-year-old ഗേൾ ആൻഡ് എ ലിറ്റിൽ ബോയ് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഗോ സംവെയർ ആൻഡ് ദെൻ get disappeared or maybe I'll be even killed. Appa I told Jayashankar, the ex-husband guy, to get SIM. I cannot move from the hotel room. Sandeep was literally torturing me. Appa he went and got a SIM card and a mobile. നമ്മൾ ആ നിന്ന ഹോട്ടലിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്പേഴ്സ് ഒന്നും ബൈ ഹാർട്ട് അറിയില്ലല്ലോ, ഒന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മകള് പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അവളുടെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു കസ്റ്റംസിലോ എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് അറിയിക്കുക നമ്മൾ ട്രാപ്ഡ് ആണെന്ന്. ആൻഡ് ഐ തിങ്ക് ഇത് എങ്ങനെയോ ഒന്നി ജയശങ്കറോ ആരെങ്കിലും സന്ദീപിനോട് പറഞ്ഞ് സന്ദീപ് ശിവശങ്കർ സാറിനോട് പറഞ്ഞു കാണും. ആൻഡ് NIA കംസ് ഓൾ ഓഫ് എ സഡൻ ആൻഡ് പിക്സ് us up or arrest us. അതാണ് അവിടെ സംഭവിച്ചത്. But I made it a clear-cut point, or I made a decision for the first time after July 5th, was that I will not follow their instructions again. I need to get back. Whatever it is, we'll face. ഞാൻ അബ്സ്കോണ്ടിങ് മനഃപൂർവ്വം വോളണ്ടറിലി ഞാൻ പോയതല്ലല്ലോ, എന്നെ അബ്സ്കോണ്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ എന്നെ ഈ ലോകത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണെന്ന് സ്വാഭാവികം നമുക്ക് ചിന്ത വരും. അപ്പോഴൊന്നും ശിവശങ്കറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ ചിന്തിച്ചിരുന്നില്ല സ്വപ്നത്തിൽ പോലും? ഇപ്പോഴും നോർമലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വൈ ഡിഡ് ഹി ഡൂ ദാറ്റ് എന്നുള്ളൊരു, വൈ ഡിഡ് ഹി ചീറ്റ് മീ, വാട്ട് റോങ് ഡിഡ് ഐ ഡൂ ടു ഹിം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ ഹി ഹാസ് ടോൾഡ് മീ very clearly, ഈ സ്പ്രിങ്ക്ലറിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോൾ he used to confess a lot. Sometimes he was also used as a scapegoat by the chief minister. അപ്പോൾ he used to confess over a drink and all that. He used to confess and used to tell me, I am being treated sometimes as a scapegoat, but I am madly in love with this chief minister because from him only I have understood that he was never a communist guy. He was actually into BJP or something of that sort. പക്ഷേ when in 2016 when the chief minister took him as his secretary and started working for the chief minister, Shiv Shankar sir lost all his senses because one after the other paddadi ingante karyangalil he started getting involved and he became very powerful in the whole of Kerala. He became very, very powerful. അപ്പം ഈ പവറും പണവും എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് ഡ്രഗ്സ്. വൺസ് യു ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ് യു ആർ അഡിക്റ്റഡ് ഫോർ എവർ. ദാറ്റ് ഈസ് വാട്ട് മെയ്ഡ് ഹിം ഡൂ സോ. അപ്പം സത്യം പറഞ്ഞ വേദനയുണ്ട്, ഞാനൊരു ദ്രോഹം ആൾക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് അവർക്കെതിരെ പ്രവർത്തിക്കാനോ തുറന്നു പറയാനോ ആരോടെ പറയുക? പോലീസിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? പോലീസിനെ കൺട്രോൾ ചെയ്യണ ആരാ? പക്ഷേ ശിവശങ്കറിന് ഒരു പക്ഷേ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ കഴിയുമായിരുന്നു ഇപ്പോഴും. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഭയക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരിക്കലും സ്വന്തം ജീവിതം ബലികഴിച്ചിട്ട് ആരും ഇത്തരത്തിൽ ആരെയും സംരക്ഷിക്കില്ലല്ലോ. രണ്ട് രീതിയിൽ പറയാം. ഐ വുഡൻ സേ ഭയം, നോട്ട് കംപ്ലീറ്റ്ലി ഭയം എന്ന് കംപ്ലീറ്റ്ലി ഞാൻ പറയും. ഭയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഹി ഹാസ് ഡെഫിനറ്റ്ലി ഓൾ ദ പ്രൂഫ്സ്, ഹി ഹാസ് ഓൾ ദ ഡോക്യുമെന്റ്സ്, he has all the backup. അദ്ദേഹത്തിന് എല്ലാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും കോൺടാക്ട്സ് ഡോക്യുമെന്റ്സ് എല്ലാം ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഓൾസോ നോ അബൌട്ട് ഇറ്റ്. ശിവശങ്കർ സാർ. അപ്പം ഭയമെന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പക്ഷേ ശിവശങ്കർ സാർ ഇപ്പോഴും എൻ്റെ വിശ്വാസം
VRS എടുത്ത് വീട്ടിലിരിക്കുകയാണെങ്കിലും എന്തൊക്കെയോ രോഗമുണ്ടെന്ന് ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ടെങ്കിലും ഹീ ഈസ് സ്റ്റിൽ വർക്കിംഗ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. I can guarantee you that. ഇപ്പോഴും Yes, because he's indispensable. He was handling all the overseas operations. It's not a small thing. ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വെച്ച് നിർത്തി ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യണതിനേക്കാളും കൂടുതൽ CMൻ്റെയും ഫാമിലിയുടെ ഡെവലപ്മെൻറ്റ് ഓവർസീസ് അതിനു വേണ്ടിയാണ് അദ്ദേഹം രാത്രിയും പകലും വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് നോട്ട് ഭയം, ഇറ്റ് ഇസ് ബേസിക്കലി മുഖ്യമന്ത്രി വിൽ നോട്ട് ലീവ് ശിവശങ്കർ സർ. എന്തിനു ഏറെ പറയണു? നമ്മളെ കേരളത്തിൽ എത്ര ആൾക്കാരാണ് അനുഭവിക്കുന്നതും കാശില്ലാതെയും ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നത്. VRS എടുത്ത IAS ഉദ്യോഗസ്ഥനായ ശിവശങ്കർ സാറിന് ഈ ഇടയ്ക്ക് ഗവൺമെൻറ് ചികിത്സയ്ക്ക് പൈസ കൊടുത്തില്ലേ? 2 ലക്ഷത്തി ചില്ലുവാൻ രൂപ. സോ യു കണക്ട് ദ ഡോട്ട്സ്. ഇത് കോമൺ പേഴ്സൺ, വലിയ IAS IPS ആവേണ്ട കാര്യമല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ. കോമൺ മനുഷ്യന്, നോർമൽ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഞാൻ ജയിലിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ശിവശങ്കർ കാക്കനാട് സബ് ജയിലിലുണ്ട്. പക്ഷേ ഒരു സാധാരണ തടവ് പുള്ളിക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു കട്ടിൽ മാത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തോ സഹായി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ഹെൽപ്പർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയധികം യാതന അനുഭവിച്ചുകൊണ്ട് എന്തിനായിരിക്കും? ഹൗ കൻ യു സേ അതൊരു യാതനയാണെന്ന്? ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഒരു സഹായി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അസുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ even I had a lot of ailments, heart attack, fits, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നിരന്തരം എന്നെ ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. I was admitted in the hospital. ജയിൽ അതോറിറ്റീസും പോലീസ് ഫോഴ്സും ഇത് വാർത്തയാക്കാതിരിക്കാൻ മാക്സിമം കവറും ചെയ്തിട്ടുണ്ട്. I got my first heart attack in Viyur Central Jail in Thrissur. പക്ഷേ എന്നെ കൊണ്ടിട്ടിരുന്നത് ഒരു അവരുടെ സ്റ്റോർ റൂം എന്ന് പറയുന്ന ഒരു ഷെഡിലാണ്. ഒരു ക്യാറ്റ് മഴിച്ചു കിടക്കുന്നു, പിജൻസിനെ കൊന്ന് ഇട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഡേർട്ടി സെല്ലിലാണ് എന്നെ കൊണ്ട് കിടത്തിയിരുന്നത്. ഐ വാസ് ഡിനൈഡ് ഓൾ റൈറ്റ് ടു സ്പീച്ച്. ഒരു വ്യക്തിയോട് പോലും എനിക്ക് സംസാരിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. അപ്പോൾ അസുഖം എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെതാണ് സെൻസേഷണൽ കേസ്. നമ്മളെല്ലാവരും സെൻസേഷണൽ കേസിൽ പെട്ടവരാണ്. അപ്പം അദ്ദേഹത്തിന് വയ്യാന്ന് പറഞ്ഞൊരു സഹായം മതി ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും കൊടുക്കാനും. പിന്നെ ബാക്കിയുള്ള കാര്യം, ജയിലിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് വേറെ ഫെസിലിറ്റീസിനെ കുറിച്ചൊന്നും ആവശ്യമില്ല. ആ മാനസിക അവസ്ഥയില്ല. നിങ്ങൾ കിടന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ബ്രെയിൻസ് ഉപയോഗിക്കാനുള്ള മാക്സിമം നോക്കത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഒരു വലിയ ഫെസിലിറ്റി അല്ലേ. ഹീ ഈസ് നോട്ട് ഇൻ ടു ഭയങ്കര പോഷ് ലൈഫ് അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പ് അങ്ങനത്തെ അല്ല. ഹീ ഈസ് എ നോർമൽ ഓർഡിനറി മാൻ. പക്ഷേ വാട്ട് ഹി ഹാസ് ഗോട്ട് ഇസ് അൺഇമാജിനബിൾ പവർ. ദാറ്റ് ഇസ് ഹിസ് ബ്രെയിൻ. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എൻവയൺമെൻറ്റ് മാത്രമേ അദ്ദേഹം ചൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എവിടെയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ജീവിക്കുകയായിരിക്കും. ബട്ട് നല്ല രീതിയിൽ 24/7 മുഖ്യമന്ത്രിക്ക് വേണ്ടി നോട്ട്സ് എഴുതുന്നുണ്ടാവും. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ മുന്നോട്ടുള്ളത് കറസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് മെയിൻലി ഞാൻ പറഞ്ഞല്ലോ ഓവർസീസ്. കേരളത്തിൻ്റെ അകത്ത് കിടന്ന് കളിക്കുമ്പോഴല്ലേ ഇതൊക്കെ വെളി വരത്തുള്ളൂ. ഇവരുടെ ഓപ്പറേഷൻസ് മൊത്തം വെളിയിലാണ്. നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ MR അജിത് കുമാറിനെ കുറിച്ച് വരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരിക്കലും നമുക്ക് സിനിമകളിൽ പോലും കാണാൻ കഴിയാത്ത വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കർമ്മഫലം തന്നെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ശിവശങ്കർ ഈ ഒരു അജിത് കുമാറിനെ കുറിച്ച് താങ്കളോട് സംസാരിക്കും? 100% പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഫാമിലി ഡിസ്പ്യൂട്ട് ആയാലും പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആയാലും എന്ത് കാര്യമായിരുന്നാലും പോലീസിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ he'll always tell me that Ajit Kumar is there, he is my close pal, I'll put in a word. എനിക്ക് എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു കേസ്. ആ കേസിൽ അന്വേഷണം തുടങ്ങിയിട്ട് ബിഫോർ 2016 മുമ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ 2017 എന്തോ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എനിക്ക് പോലീസിൻ്റെ സഹായം വേണം. ബിക്കോസ് ഐ എം നോട്ട് യൂസ് ടു ഗോയിങ് ടു ദീസ് പോലീസ്മെൻ ഓർ സ്റ്റേഷൻസ് ആൻഡ് ടോക്കിംഗ് ബിക്കോസ് ഐ എം നോട്ട് ഫ്രം ഹിയർ. അന്നേരം ഹീ സെഡ് വിളിച്ച് ഈ വ്യക്തി
MR അജിത് കുമാർ എന്നല്ല, ഒരുപാട് പേര് പേര് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ MR അജിത് കുമാറിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു ദിസ് ജെന്റിൽമാൻ. പേടിക്കണ്ട, ഐ വിൽ പുട്ട് ഇൻ എ വേർഡ് ആൻഡ് യു കെൻ ജസ്റ്റ് ഗോ ഫോർ ദി interrogation. So I've heard this name couple of times that they are very close. ഞാൻ പേഴ്സണലി അജിത് കുമാറുമായിട്ട് എനിക്കറിയില്ല. പിന്നെ കുറച്ച് വ്യക്തമായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലായത് വെൻ സരിത് വാസ് കിഡ്നാപ്ഡ് ഫ്രം പാലക്കാട് വെച്ചിട്ട്. അത് ഷാജ് കിരൺ ഓൾറെഡി ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ എൻ്റെ 164 കഴിഞ്ഞ് കൊച്ചിയിൽ നിന്നും ഞാൻ പാലക്കാടോട്ട് പോകുന്ന വഴിക്ക് ഐ മെറ്റ് ഷാജ് കിരൺ ബിക്കോസ് ഹി റിക്വസ്റ്റഡ് മീ ടു മീറ്റ് ഹിം ബിക്കോസ് ഹി വാണ്ടഡ് ടു ഡിസ്കസ് സംതിങ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. നമ്മൾ റോഡ് സൈഡിൽ അവരുടെ ഏതോ ഒരു പ്ലോട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ വെച്ച് ഹി വാണ്ട് മീ, ഷാജ് കിരൺ വാണ്ട് മീ ആൻഡ് സെഡ് you should not have given your 164. Now think of retracting it. ഞാൻ ചോദിച്ചു why? Because it's none of his business. അതുവരെ എനിക്ക് ഷാജ് കിരൺ ഒരു ദൂതനാണ് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആണെന്ന് ഇല്ല, ഒന്നുമില്ല. വളരെ നോർമലായിട്ട് സംസാരിക്കുന്നു. എങ്ങനെയാണ് ഷാജ് കിരണിനെ പരിചയപ്പെടുന്നത്? ഞാൻ ഈ വെളിപ്പെടുത്തൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടു. അതിലൊന്നായിരുന്നു ഷാജ് കിരൺ. But then he slowly became very close, like ഭയങ്കര ഒരു ഫ്രണ്ട്ലി ബ്രദർലി ഒരു അഫെക്ഷൻ, ഒരു വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പം നമുക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ 164 കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഒരു റോൾ മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഷാജ് കിരൺ വെളിപ്പെടുത്തിയത് അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്നും നിങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബിസിനസ്സിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും ഉള്ളൊരു ബന്ധം ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് റെക്കോർഡ്സ് നോക്കിയാലും അതൊരു ഫ്രണ്ട്ലി ബന്ധം എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പും എനിക്ക് ഈ പറയുന്ന ഷാജ് കിരണോ അല്ലെങ്കിൽ ഷാജ് കിരണിൻ്റെ പാർട്ട്ണറോ ആയിട്ട് ഇല്ല. പറയുന്നത് ശുദ്ധ നുണയാണ്. അതുപോലെ മറ്റൊരു കാര്യം, ജയിലിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത് ജയിൽ DIG ആയ അജയ് കുമാർ. എന്താണ് അജയ് കുമാർ, എങ്ങനെയാണ് അതൊന്ന് പറയാം? അയ്യോ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി ജയിലിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കും. നമ്മൾ ചിലപ്പോൾ ജീവനോടെ തിരിച്ചു വരത്തില്ല. ഇവർ ഓരോന്നായിട്ട് നമ്മളോട് പറയും. എന്നോട് വന്നിട്ട് ഒരു ലെറ്റർ എഴുതാൻ പറയും. എൻ്റെ ഓഡിയോ ഇവർ റിലീസ് ചെയ്തല്ലോ, ഒരു ലാസ്റ്റ് ഓഡിയോ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ED നിർബന്ധിക്കുന്നു എന്ന് ഒരു മാനിപ്പുലേറ്റഡ് ഓഡിയോ വന്നല്ലോ. അതെന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അത് എടുത്തത് ഓഗസ്റ്റ് മാസമാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ശാരീരിക മർദ്ദനത്തിലെത്തിയോ അതോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടായിരുന്നു? വാഗ്ദാനം, ഓഫ് കോഴ്സ്. അതും റെക്കോർഡ് ചെയ്തതല്ല. ഒരാൾ ലൈനിലുണ്ട്, നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞോളൂ. ബിക്കോസ് എനിക്ക് മൊബൈൽ തൊടാൻ പറ്റില്ലല്ലോ. സോ ദേ ഹെൽഡ് ദ ഫോൺ ലൈക്ക് ദിസ് ആൻഡ് ഐ വാസ് ടെല്ലിങ് വാട്ട് ദേ ഡിക്റ്റേറ്റഡ് ടു മീ. അത് എടുത്തത് ഐ ഗെസ് ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. പക്ഷെ അത് റിലീസ് ചെയ്യുന്നത് ശിവശങ്കർ സാറിനെ ജയിലിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് അത് വെളിയിൽ വരുന്നത്. ആൻഡ് ദെൻ ദിസ് DIG കംസ് ടു മീ ആൻഡ് സേ ദറ്റ് അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാൻ പറയും. സോ ഐ വാസ് ലൈക്ക് വണ്ടറിങ് വൈ ഷുഡ് ഐ ഡിനൈ? ഐ നോ ദറ്റ് ഐ സ്പോക്ക് ടു സംബഡി ഓവർ ദ ഫോൺ ആൻഡ് ഇറ്റ് വാസ് ഡിക്റ്റേറ്റഡ്. അതുവരെ ഈ പറഞ്ഞ അഷ്യൂറൻസോ എന്നെ രക്ഷപ്പെടുത്തുന്നതോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. മൈ ചിൽഡ്രൻ ആർ സഫറിങ്, ഐ എം സഫറിങ്. അപ്പം ഞാൻ ഡിനൈ ചെയ്തു. ഐ വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞു അടുത്ത് വീണ്ടും ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നു. ത്രെറ്റ് ഫോർ ലൈഫ് ഫയൽ ചെയ്തല്ലോ. കസ്റ്റംസിൽ വെച്ച് എൻ്റെ 164 കൊടുത്തപ്പോൾ ത്രെറ്റ് ഫയൽ ചെയ്തു എൻ്റെ ലോയർ. അത് ത്രെറ്റ് ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പറയണം, എഴുതി കൊടുക്കണം. ഫയൽ ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ ലോയർമാരല്ലല്ലോ. അല്ല, സൂരജ് എലഞ്ഞിക്കൽ എന്ന് പറഞ്ഞ അന്നത്തെ ലോയർ. ആ ത്രെറ്റ് ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനങ്ങനെ എഴുതണം? എനിക്ക് ത്രെറ്റ് ഉണ്ടെന്നാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്. ജയിൽ ഉദ്യോഗസ്ഥർ എനിക്ക് ആരോടത്തും സംസാരിച്ചുകൂടാ, എൻ്റെ അടുത്ത് ആർക്കും വന്നിരിക്കാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് 1200 രൂപയ്ക്ക് യുനോനോ നമുക്ക് സ്നാക്സോ വെള്ളമോ ഒക്കെ വാങ്ങിക്കാം. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ ബ്ലഡ് പ്രഷർ താന്നു കൂടുമ്പം ഐ ടേക്ക് ലൈം ജ്യൂസ്. അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്യാം ഓഫീസിൻ്റെ. ഒരു ലൈം ജ്യൂസ് വേണം, എൻ്റെ BP പ്രശ്നമാണ്.
ഈ ലൈം ജ്യൂസ് സൂപ്രണ്ടന്റിന്റെ റൂമിൽ കൊണ്ടുപോയി അവർ കുടിച്ചു നോക്കിയതിന് ശേഷമാണ് എനിക്ക് കൊണ്ടുതരുന്നത്. വാട്ട് ഇസ് ദ മീനിങ്? നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചതും കുടിച്ചതും ഒക്കെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടോ ടെസ്റ്റ് ചെയ്തിട്ടോ ആണ് തരുന്നത്? അല്ല. അപ്പോൾ ത്രെറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ അതും ഡിനൈ ചെയ്തു. ഐ സെഡ് ഐ വിൽ നോട്ട് റൈറ്റ്. അപ്പോൾ എന്നെ പൂട്ടിയിടാൻ പറഞ്ഞു. എല്ലാ ഞായറാഴ്ചയും എല്ലാ തടവുകാർക്കും TV കാണാനുള്ള ഇതുണ്ട്. എന്നെ TV കാണുന്ന റൂമിൽ ആരുടെ കൂടെ ഇരുത്തരുത്, എന്നെ ഒറ്റയ്ക്ക് റൂമിൽ ഐസൊലേറ്റ് ചെയ്യുക. ജയിലിലെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതിൽ പങ്കെടുപ്പിക്കാനോ അത് കാണാനുള്ള അനുവാദമില്ല. ജയിൽ ഡേയോ അതോ എന്തോ ഒരു വിമൻസ് ഡേയുടെ അന്ന് ഡയസിലിരുന്നുകൊണ്ട് ഇദ്ദേഹം ഒരു സ്പീച്ച് നടത്തുക. ഏതെങ്കിലും തടവുകാർ അന്വേഷണ ഏജൻസികളുമായിട്ട് ചേർന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ അങ്ങ് എന്തൊക്കെയോ ഡേർട്ടി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് മൈക്കിലാണ് നമ്മൾ അതിന് നിന്ന് തരില്ല, നമ്മൾ റെഡിയാക്കി തരും. അജയകുമാറാണോ? അതെ അതെ. അങ്ങനെ ഒരുപാട് ടോർച്ചർ അദ്ദേഹം ചെയ്തു, ഒരുപാട്. എന്നിട്ട് ഞാൻ ഈ ത്രെറ്റ് ഫയൽ ചെയ്തപ്പോൾ എനിക്കെതിരെ 3 ക്രിമിനൽ കേസാണ് കൊടുത്തത്. ഇദ്ദേഹം ഋഷിരാജ് സിംഗ് സാറിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കൊടുത്തതാണ്. അതെല്ലാം തള്ളിപ്പോയി. അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ബിക്കോസ് ഞാൻ വീണ്ടും എല്ലാവരോടും ചോദിക്കുന്നതാണ്, ഞാനൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിച്ചിട്ട് തരേണ്ട കാര്യം എന്താണ്? ഞാൻ തുണി കഴുകുന്നത് സെല്ലറ്റിൻ്റെ അകത്ത് വെച്ച്, എനിക്ക് കോമൺ ആയിട്ട് എല്ലാവരും കുളിക്കുന്നത് പോലെ വിശാലമായി കുളിക്കാൻ പറ്റില്ല. ഇരുട്ട് ബാത്റൂമിൻ്റെ അകത്താണ് ഞാൻ കുളിക്കുന്നത്. അവിടെ വെച്ച് ഇരുട്ടത്ത് എൻ്റെ തുണി കഴുകിയിട്ട് ഞാൻ കൊണ്ട് വിരിക്കുമ്പോൾ 2 പോലീസ് ഈ ജയിൽ വാർഡൻസ് ആണ് എൻ്റെ കൂടെ എസ്കോർട്ട് വരുന്നത്. ഇപ്പം ലൈബ്രറി പോകണമെങ്കിൽ എൻ്റെ കൂടെ എസ്കോർട്ട് ഉണ്ട്. എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എസ്കോർട്ട് ഉണ്ട്. എന്നെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് ആരുമായിട്ടും ഒരു രീതിയിൽ ഒരു ബന്ധവും പാടില്ല. എൻ്റെ അമ്മയും എൻ്റെ ഫാമിലിയും വരുമ്പോൾ ബാക്കിയുള്ള തടവുകാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൽഫെയർ ഓഫീസറോ ഒരു വാർഡനോ നിൽക്കും, സംസാരിക്കും. എന്നെ ഓപ്പണായിട്ട് എൻ്റെ കേസിൻ്റെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും സംസാരിക്കാൻ ജയിൽ വാർഡൻസ് സമ്മതിക്കത്തില്ല. കൂടെ നിൽക്കും. ലോയറിൻ്റെ അടുത്ത് സംസാരിക്കാൻ അനുവദിക്കില്ല. ഇനി എന്നെ കോർട്ട് നമുക്ക് ഓർഡർ തന്നു, ആഴ്ചയിൽ 3 ദിവസം വീട്ടിൽ വിളിക്കാം. എന്തിനാണ്? നമ്മളുടെ കേസിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ വെൽഫെയറും അറിയാനാണ്. സ്പീക്കറിലിട്ട് സംസാരിപ്പിക്കും. അവിടെ ഒരു ബൂത്തുണ്ട്. ആ ബൂത്തിൽ നിന്നല്ല എന്നെ ഫോൺ ചെയ്യിപ്പിക്കണേ. ഇവരുടെ ഒരു ടാബിൽ നിന്നും ഫോണിൽ സ്പീക്കറിൽ സംസാരിപ്പിക്കുകയും അത് റെക്കോർഡിട്ടാണ് ഇവര് കേൾക്കുന്നത്. റെക്കോർഡിങ് ചെയ്യും. കേൾക്കുന്നത് കൂടാതെ അവർ ദേ വിൽ ഓൾസോ റെക്കോർഡ്. എന്നിട്ട് പറയും ഇതൊക്കെ ഈ പറഞ്ഞ DIGക്ക് അയച്ചു കൊടുക്കും. ഫോർ വാട്ട്? എന്താണ്? ഞാൻ ആ 4 ചുമരിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ജയിലിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പം എന്താണ് ഇവർ ഭയക്കുന്നത്? അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്? തടവുകാരെല്ലാവരും ഒരേപോലെ അല്ലേ? ആൻഡ് ഞാനൊരു അക്യൂസ്ഡ് ആണ്, എന്നെ പണിഷ് ചെയ്ത് പോയതല്ല. ആൻഡ് മോർ ഓവർ ഞാനൊരു ഡെറ്റിന്യൂ ആയിട്ടാണ് പൂജപ്പുഴ സെൻട്രൽ ജയിലിൽ പോകുന്നത്. ദാറ്റ് മീൻസ് കൊഫെ പോസ ഡെറ്റിന്യൂസ് എന്ന് പറയുന്നത് നോർമൽ റിമാൻഡ് പ്രതികളെ പോലെ അല്ല. അവർക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട്. ഇതെല്ലാം നിഷേധിച്ചു. വെൻ ഐ വാസ് ഡിസ്കസിങ് വിത്ത് സരിത്ത് വാസ് ആക്ച്വലി ടെല്ലിങ് മീ ദാറ്റ് സരിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സും ചമ്മന്തിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങൾ വരെ അവർക്ക് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊടുക്കുമായിരുന്നു. സരിത്ത് എപ്പോഴാണോ ഇവർക്കെതിരെ ഇഡിക്ക് എതിരെ എഴുതില്ല, വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം സരിത്തിന് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് തുടക്കം മുതലേ ഇടയ്ക്ക് ഋഷിരാജ് സിംഗിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണേണ്ടി വരികയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ചേർന്നാണ് ജയകുമാർ ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നു. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? അല്ല, ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് ജയിൽ DGP എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരിൽ ഇതുവരെ കാണേണ്ടി വന്നിട്ടില്ല. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് HRDSലേക്ക് വരുന്നത്. HRDS എന്തായിരുന്നു ആ HRDSന്റെ ഒരു അനുഭവം? ഞാൻ കാരണം അവരനുഭവിച്ചു എന്ന് തന്നെ പറയുക. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ നല്ല മനസ്സാക്ഷിയോ നല്ല മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ പോലും എനിക്ക് ഒരു ജോലി തന്ന് എൻ്റെ മക്കളെ വളർത്താൻ ഉള്ള ഒരു അവസരം ആരും തരില്ല പേടിച്ചിട്ട്. ബിക്കോസ് അത്രമാത്രം വേട്ടയാടി HRDSന്റെ അജയ് കൃഷ്ണൻ എന്ന് പറയുന്ന സർ, അദ്ദേഹം എനിക്കൊരു ജോലിയാണ് തന്നത്. ഒരു NGO വർക്ക് ചെയ്യാൻ ഒരു അവസരം തന്നു. എനിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ ഒരു അവസരം മാത്രമേ തന്നുള്ളൂ. അതിനെ
ജോയിൻ ചെയ്ത ഉടനെ ഒരു IAS IPS ഒരു ഡെസിഗ്നേഷനിലല്ല ഞാൻ അവിടെ ജോലിക്ക് കയറിയത്. വിമൻ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിൽ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിൽ ആണ് എനിക്ക് അവിടെ ജോലി തന്നത്. അപ്പോൾ എന്താണ്, അന്ന് തുടങ്ങി അവരെ വേട്ടയാടാൻ, അന്ന് മുതൽ തുടങ്ങി വേട്ടയാടാൻ. പലയിടത്തുനിന്നും കോൾ വരിക, എന്നെ പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദേ ടുക്ക് എ സ്ട്രോങ് സ്റ്റാൻഡ്. ഇറ്റ്സ് എൻ NGO ആൻഡ് ദേ വാണ്ടഡ് ടു ആക്ച്വലി ഹെൽപ്പ് മീ ടു കം ബാക്ക് ടു ലൈഫ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തു, അവിടുത്തെ സ്വാമിജിയെക്കെതിരെ കള്ളക്കേസ് എടുത്തു. എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറായിട്ട് നടന്ന അനീഷ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എപ്പോഴും എൻ്റെ പത്രം സമ്മേളനം നടത്തുമ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ആ പയ്യൻ HRDS ആയിട്ട് ഒരു ബന്ധവുമില്ല. അവനെയും ആ അതേ കേസിൽ, കള്ളക്കേസിൽ കുടുക്കിയിട്ട് അട്ടപ്പാടിയിൽ എന്തോ വീട് തീ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും ടോർച്ചർ ചെയ്തു. രാത്രിക്ക് രാത്രി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. സ്വാമിജിയെക്കെതിരെ കേസെടുത്തു. They really ruined their life. എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഓപ്പറേഷൻസും കേരളത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നു. കേരളത്തിൽ ഒരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല അവരുടെ ഓഫീസിൽ റെയ്ഡ് നടത്താത്ത. ആൻഡ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടായിരുന്നു അവിടെ, കല്യാണം കഴിച്ചവരും ഉണ്ട്, മക്കളുള്ളവരുണ്ട്. അവരെയൊക്കെ ഓരോ രീതിയിൽ ചോദ്യം ചെയ്ത് അവരെയൊക്കെ ഒരുപാട് ടോർച്ചർ ചെയ്തു, ഒരുപാട്. സോ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാലക്കാട് നിന്ന് രാത്രിക്ക് രാത്രി ഓടിപ്പോയേണ്ടി വന്നു. ആൻഡ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഞാൻ കാരണമാണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്സിനോടോ മീഡിയയോടോ പറയുകയാണെങ്കിൽ അവർ വീണ്ടും പ്രശ്നത്തിലാവും. അപ്പം ഞാൻ സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആൻഡ് ദെൻ ദേ ഓൾസോ ഡിസൈഡഡ്, ബിക്കോസ് എത്രയൊന്നും സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ ആരാ, വെറും ഒരു സാധാ സ്ത്രീ. അവർക്ക് വേണ്ടി എത്ര കുടുംബങ്ങളെ ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നും HRDSനില്ല. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ HRDS ഇങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ജോലി തന്നില്ലായിരുന്നുവെങ്കിൽ അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവസ്ഥ ഇസ് ബാഡ്. ശരിക്കും ഞാൻ പറയാം, ഇപ്പോഴും അവസ്ഥ ഇസ് റിയലി ബാഡ്. കേരളത്തിലെ എക്സ്പെൻസസ് അല്ല ബാംഗ്ലൂരിലെ എക്സ്പെൻസസ്. ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ ഇമാജിൻ ദി കൈൻഡ് ഓഫ് എക്സ്പെൻസ് ദറ്റ് വി ഹാവ് ടു ഗോ ത്രൂ. ഞാൻ എൻ്റെ അമ്മയെ ഉപദ്രവിച്ച് ചിലവിന് കാശ് വാങ്ങിക്കും. ഞാൻ ഇന്നേ വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു BPOയ്ക്ക് വർക്ക് ഫ്രം ഹോം, എനിക്ക് ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് കൊച്ചിയിൽ 4 പ്രാവശ്യവും 3 പ്രാവശ്യവും ഒക്കെ കോടതിയിൽ ഓരോ മാസം പോകണം. വേർ ആം ഐ ഗോയിങ് ടു മീറ്റ് ദി എൻഡ് ടു എൻഡ്? ഐ തിങ്ക് ഞാൻ ഇപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഐ വോണ്ട് ടു ഫൈറ്റ് ടിൽ ദ ട്രൂത്ത് കംസ് ഔട്ട്. പക്ഷേ എത്രത്തോളം പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണില്ലേ എത്ര നാസ്റ്റി, ഫിൽത്തി, അൺഇമാജിനബിൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കേരളം ഭരിക്കുന്നത്. തീർച്ചയായും ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ അടുത്ത് പറയും, മോനെ ചിലപ്പോൾ എന്തുവാ വെരി സൂൺ കേരളത്തിൻ്റെ ആ മാപ്പ് ഉണ്ടല്ലോ, അത് മിക്കവാറും ഇന്ത്യയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അല്ല, ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ പലരും പറയുന്നതാണ്. വെൽ ഐ ഡു ബിലീവ്, ബിക്കോസ് കേരള എന്നുള്ള പേര് വരെ മാറ്റി കേരളമാക്കി കേരളത്തിനെ മിക്കവാറും സ്വോളോ ചെയ്തിട്ട് ഈ വ്യക്തികൾ അടങ്ങുള്ളൂ എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇനി HRDSന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സരിത്തിനെ ബലമായി കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഷാജ് കിരൺ ഇന്നലെ പറഞ്ഞത്, ഷാജ് കിരൺ താങ്കളെ കാണാനായി ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ MR അജിത് കുമാറുമായി താങ്കളുടെ മുന്നിൽ വെച്ച് ഷാജ് കിരൺ ഫോണിൽ ബന്ധപ്പെടുന്നത് എന്തായിരുന്നു ഇവർ സംസാരിച്ചത്? ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ, ലാഭം MR അജിത് കുമാറിനാണ്. ഏതെങ്കിലും ഒരു മലയാളി സ്ഥാപനം അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്ന് സമാധാനത്തോടെ മര്യാദയ്ക്ക് ജീവിക്കാൻ